താരമൂല്യം പലപ്പോഴും വേഗത്തിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. 2018 പുറത്തിറങ്ങിയ മഹാനടി ഒരു പതിറ്റാണ്ടിലേക്ക് അടുക്കുകയാണ്. ഇതിഹാസ നടി സാവിത്രിയുടെ ശക്തമായ ചിത്രീകരണത്തിലൂടെ കീർത്തി സുരേഷിനെ ദക്ഷിണേന്ത്യൻ സിനിമയുടെ കൊടുമുടിയിലേക്ക് ഉയർത്തിയ ചിത്രമായിരുന്നു അത്. ഇതിനുശേഷം 7 വർഷത്തിനിടെ 23 സിനിമകളിൽ കീർത്തി അഭിനയിച്ചു. കൽക്കിയുമായി അവർ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും അത് ബുച്ചി എന്ന കഥാപാത്രത്തിന്റെ ശബ്ദമായി മാത്രമാണ്. അവർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. ബേബി ജോണിലൂടെ അവരുടെ ബോളിവുഡ് അരങ്ങേറ്റവും നിരാശയിൽ തന്നെ അവസാനിച്ചു. അതേസമയം ആമസോൺ പ്രൈം വീഡിയോയിൽ കീർത്തി സുരേഷിന്റെ പുതിയ ചിത്രം ഉപ്പ് കപ്പൂരമ്പു റിലീസ് ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ വലിയ ഹൈപ്പോ പ്രേക്ഷക പ്രതീക്ഷയോ ഇല്ലാതെയാണ് ഈ ചിത്രം പുറത്തു വന്നത്. മഹാനടിക്ക് ശേഷമുള്ള കീർത്തിയുടെ അഭിനയത്തെ പ്രശംസിച്ച അവരുടെ ദീർഘകാല ആരാധകർ പോലും ചിത്രത്തിന്റെ റിലീസിനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല. കീർത്തിയുടെ മങ്ങിക്കൊണ്ടിരിക്കുന്ന താരപദവി മൂലമാണോ അതോ OTT പ്ലാറ്റ്ഫോമിന്റെ മതിയായ പ്രമോഷൻ ഇല്ലാത്തതിനാലാണോ ഈ ജനപ്രീതി കുറയുന്നത് എന്നത് തർക്കവിഷയമാണ്. സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പിന്നീട് ഉയർന്നേക്കാം. പക്ഷേ റിലീസിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചിത്രം പൂർത്തിയാക്കിയില്ല. ചിത്രത്തിന്റെ മോശം പ്രമോഷൻ അവരുടെ കരിയറിന് മറ്റൊരു തിരിച്ചടി കൂടി നൽകുന്നു. തുടർച്ചയായ പരാജയത്തിൽ കീർത്തിയുടെ പ്രശസ്തി കുറച്ചു. 1990കളിൽ ഒരു തെലുങ്ക് സാങ്കല്പിക ഗ്രാമമായ ചിട്ടി ജയപുരത്ത് ഒരു ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിസന്ധിയും അതിനെ ചുറ്റിപ്പറ്റിയുമുള്ള നർമ്മമാണ് കീർത്തിയുടെ പുതിയ ചിത്രത്തിനുള്ളടക്കം. ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.